ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു ഹാഫ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. Naveen deposit rupees 800 every month in a recurring deposit account for 6 months. If he receives rupees 4,884 at the time of maturity, then the interest he earns is ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 84, ഓപ്ഷൻ ബി 42, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 284. ഇത് ICSE 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് എന്താണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ആണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ ഓരോ മാസവും ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ, മെച്യൂരിറ്റി പീരീഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 6 മാസത്തേക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓരോ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി നമുക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്ത് ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള 3 ടേംസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയത്, എമൗണ്ട് ദാറ്റ് ദ ഡെപ്പോസിറ്റ് ഈച്ച് മന്ത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ മാസം ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ഫിക്സഡ് എമൗണ്ടിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നോക്കുക, മെച്യൂരിറ്റി പീരീഡ്. നമ്മളിങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കത്തില്ല, നമ്മൾ ഒരു പീരീഡ് പറയും. എന്താണ്, ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക്, ആ ഒരു ടൈം പീരീഡിനെയാണ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഇനി മെച്യൂരിറ്റി വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെച്യൂരിറ്റി വാല്യൂ. അത് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്, എൻഡ് ഓഫ് ദി മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡിന് എൻഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ വാല്യൂ കിട്ടും. ഇനി ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 ഫോർമുലാസ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനായിട്ടുള്ള ഫോർമുല എന്താണ്, I = PNR × n+1/2 × 12 × 100. ഈ 2 × 12 × 100 നമുക്ക് 2400 എന്ന് എഴുതാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് നിങ്ങൾക്ക് ക്യാൻസലേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി മെച്യൂരിറ്റി വാല്യൂ കാണാനുള്ള ഫോർമുലയും കൂടി പഠിച്ചു വെക്കണം. അപ്പം മെച്യൂരിറ്റി വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം, P × N. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മന്ത് ആണ്. ഇപ്പോൾ ഇയറിലൊക്കെയാണ് നമുക്ക് പറയുന്നതെങ്കിൽ അത് നമ്മൾ മന്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം N ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുലയും നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ടാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നവീൻ എല്ലാ മാസവും 800 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മാസത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 6 മന്ത് ആണ്. ഇനി ഇഫ് ഹി റിസീവ്സ് rupees 4,884 അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി, എന്ന് വെച്ചാൽ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞപ്പോൾ മെച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 4,884 ആണെങ്കിൽ ഇൻട്രസ്റ്റ് നവീന് കിട്ടിയത് എത്രയായിരിക്കും, 84 ആണോ, 42 ആണോ, 24 ആണോ, 284 ആണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു, മെച്യൂരിറ്റി വാല്യൂവിൻ്റെ ഫോർമുല എന്തായിരുന്നു, മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു P × N + I. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്, കാരണം നമ്മൾ ഓരോ മാസവും ഇടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ നവീൻ ഓരോ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്, ₹800. ദെൻ N നമുക്ക് തന്നിട്ടുണ്ട് 6 മന്ത്, അത് മന്തിലാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 6 ആണ് N എന്ന് എടുക്കാം. ദെൻ 4,884 എന്ന് പറയുന്നതാണ് നമ്മുടെ മെച്യൂരിറ്റി വാല്യൂ. അപ്പോൾ 4,884 ആണ് മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് I കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, MV നിന്ന് എന്ത് മൈനസ് ചെയ്യാം, P × N മൈനസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പം I = മെച്യൂരിറ്റി വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, 4,884 മൈനസ് 800, P എന്ന് പറഞ്ഞാൽ 800 ആണ്, ഇൻറ്റു N എന്ന് പറയുന്നത് 6.
അപ്പോൾ എന്ത് കിട്ടും? 4884 മൈനസ് 8 into 6 എന്ന് പറയുന്നത് 48 ആണ്. ദെൻ 00 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4800 എന്ന് കിട്ടും. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 84 റുപ്പീസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, ₹84 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.